ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനങ്ങ് കടയിലേക്ക് വരുമായിരുന്നല്ലോ മോളെ. അതൊന്നും സാരല്ല. സാറിനോടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കണായിരുന്നു. എന്താ പറഞ്ഞോ? സാറ് ഒരു പാവപ്പെട്ട കുട്ടിയുടെ ബർത്ത്ഡേക്ക് വിളിച്ചാ സാറ് പോവോ? ഇതൊരു വല്ലാത്ത ചോദ്യമാണല്ലോ. എന്താ സംഭവം? ഈ നാട്ടിലുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേയാ. ആ കുട്ടിക്കും അവരുടെ അമ്മയ്ക്കും വലിയ ആഗ്രഹം എന്താന്ന് വെച്ചാ നാട്ടിൽ അറിയപ്പെടുന്ന അനിയ സാറ് ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് എത്തണം എന്നുള്ളതാ. ഹനീൻ സാറിനെ ഇപ്പൊ നാട്ടിൽ അറിയപ്പെടുന്നത് 10-20 കൊല്ലം ജയിലിൽ കിടന്ന ഒരാളെന്നാ. അതും നിസാര കുറ്റമല്ല, കൊലപാതകം. എന്നിട്ട് ആരാ മോളെ എന്നെ ഗസ്റ്റായിട്ട് ആഗ്രഹിക്കുന്ന കുടുംബം? അതൊക്കെ അവിടെ നിക്കട്ടെ. സാറ് പോവോ ഇല്ലയോ? മോൾ ആർക്ക് വേണ്ടി ഇതൊക്കെ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവൻ പണക്കാരൻ എന്നൊരു വ്യത്യാസം എന്റെ മനസ്സിൽ തൊട്ട് തീണ്ടിട്ടില്ല. അതുപോലെ തന്നെയാ ജാതിയും മതവും. ഞാൻ ചെന്നേ പറ്റൂന്നൊരു തോന്നൽ ആ കുടുംബത്തിനുണ്ടെങ്കിൽ നിർബന്ധമായും ഞാൻ ചെന്നിരിക്കും. ഹോ, ഇപ്പോഴാ ഒന്ന് സമാധാനായത്. അങ്ങനെയാണെങ്കിൽ നാളെയാ സാർ അങ്ങോട്ട് പോകേണ്ടത്. നാളെയോ? പോകാം. പക്ഷെ പോകാനുള്ള ഇടം അറിയണ്ടേ, ആളെ അറിയണ്ടേ? അത് പറയാം. എന്നിട്ട് സാർ എന്തേലും തിരക്ക് പറഞ്ഞിട്ട് ഒഴിവാവോ? ഇതെന്താ മോളെ എന്നെ ഒരു വിശ്വാസമില്ലാത്ത പോലെ സംസാരിക്കുന്നേ? ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണ് ശ്രീനിവാസൻ എന്ന് ഇത്രയും നാളുകൾക്കുള്ളിൽ മൂക്ക് മനസ്സിലായില്ലേ? സാർ ഒരു കാരണവശാലും ഉഴപ്പില്ലാന്ന് എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ ആളെ പറയാം. നാളെ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും അതിന്റെ പേരിൽ ആ യാത്ര ഞാൻ ഒഴിവാക്കില്ല. ഇതിന്റെ അപ്പുറം വാക്ക് പറയാൻ എനിക്കറിയില്ല. ഇനി ആളെ പറ. എങ്കിൽ ഞാനാണ് ആ കുട്ടി. എന്റെ പിറന്നാളാ നാളെ. സ്വന്തം ബർത്ത്ഡേക്ക് ഒരാൾ ക്ഷണിച്ചതിന്റെ രീതിയാണോ ഞാൻ ഈ കേട്ടത്? ഇത്രയൊക്കെ വളച്ചു കെട്ടേണ്ട ആവശ്യമുണ്ടോ? എന്റെ ബർത്ത്ഡേ ആണ് ഒരു വാക്ക് പറഞ്ഞാൽ കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തില്ലേ? ഞാൻ നിന്നെ അങ്ങനെയാണ് കാണുന്നത് കുട്ടി. നിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം മോളുടെ ബർത്ത്ഡേ തന്നെ അല്ലേ? അച്ഛനും മോളും തമ്മില് അങ്ങനൊരു കളിപ്പീരൊക്കെ വേണോ? അതൊക്കെ പോട്ടെ. എന്താ എന്റെ കുട്ടിക്ക് വേണ്ടത് അച്ഛന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്? അയ്യോ, എനിക്കൊന്നും വേണ്ട. ഏയ്, അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ആഗ്രഹങ്ങൾ എന്തുണ്ടെങ്കിലും അത് അച്ഛനോട് പറഞ്ഞേ പറ്റൂ. സാറ് വരണം, അത് മാത്രം എന്റെ അമ്മയുടെ ആഗ്രഹം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? മോളെ, പൊതുവെ ഞാൻ ഈ വളരെ പാവപ്പെട്ടവരുടെ വീട്ടിലൊന്നും ഫംഗ്ഷന് പോവാറില്ല. എന്താന്ന് വെച്ചാൽ ഞാനൊരു മുതലാളിയാണല്ലോ. പിന്നെ മോളിങ്ങനെ ചുറ്റി വിളച്ച് സംസാരിച്ചപ്പോ ഞാൻ അങ്ങ് നിന്നു തന്നേ ഉള്ളൂ. എന്തായാലും എനിക്കൊന്ന് ആലോചിക്കണം. അപ്പൊ സാറി പറഞ്ഞതൊക്കെയോ? ആലോചിക്കട്ടെ. അപ്പൊ കാണാം. ഓടെ മോളെ. അതെ സാർ, സാറ് തീരുമാനമൊന്നും പറഞ്ഞില്ല. നമുക്കൊരാളെ നന്നായിട്ട് അറിയാമെങ്കിൽ, അയാളുടെ മനസ്സ് വായിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ലെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എന്നെ കുറിച്ച് കൃഷ്ണമോള് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.